രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ജീവിത രീതിയാണ് ഇതിലുള്ളത്. അത് പ്രകൃതി ജീവനമാണ്. രോഗം വന്നു കഴിഞ്ഞാൽ പ്രകൃതി ജീവനത്തിൻ്റെ രീതികളെക്കാൾ കൂടുതൽ ചില ചിട്ടകൾ കൂടെ വേണം. ശരീരത്തിലെ ആരോഗ്യം നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നത് രോഗപ്രതിരോധ ശേഷി എന്നാണ്. അങ്ങനെ ഒരു സാധനമില്ല, ആരോഗ്യമേ ഉള്ളൂ. ആ രോഗപ്രതിരോധ ശേഷി എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ തന്നെ പറയാം. അതിന് ഫോക്കസ് ചെയ്ത് തകരാറുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ എന്ത് വേണം? ആരോഗ്യത്തിന് നിങ്ങൾക്കുണ്ടായിട്ടുള്ള രോഗം എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ കൂടുതലാണോ, ആരോഗ്യമാണോ, ആരോഗ്യത്തിൻ്റെ കുറവാണോ? എന്താണ് രോഗം? ആരോഗ്യത്തിൻ്റെ കുറവാണ്. അപ്പോൾ ആരോഗ്യത്തിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ആരോഗ്യം കുറഞ്ഞു പോയില്ലേ? ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? എന്തുകൊണ്ട് ആരോഗ്യം കുറഞ്ഞു എന്ന് അന്വേഷിക്കണ്ടേ? ആ കാരണങ്ങൾ കണ്ടുപിടിക്കണ്ടേ? ആ കാരണങ്ങളെ മാറ്റണ്ടേ? അല്ലാതെ ആരോഗ്യം ശരിയാകുമോ? അപ്പോൾ ചികിത്സ എവിടെയാണ് വേണ്ടത്? രോഗത്തെ കിടന്ന് ഗുസ്തി പിടിച്ച് രോഗത്തിൽ ചികിത്സ വേണോ, അതോ രോഗമുണ്ടാകാനിടയായ കാരണത്തിനാണ് ചികിത്സ വേണ്ടത്? ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ രോഗത്തിൻ്റെ കാരണത്തിനുള്ള പരിഹാരം ചികിത്സ നടക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല. അവർ രോഗം കണ്ടുപിടിക്കാൻ പാടുപെട്ട് കണ്ടുപിടിച്ചാൽ തന്നെ ചികിത്സ മുഴുവനും രോഗത്തിനാണ്. രോഗത്തെ കുത്തിക്കീറും, രോഗത്തെ മുറിച്ചു കളയും, കരിച്ചു കളയും, രോഗത്തിലേക്ക് വിഷം കുത്തിവയ്ക്കും, രോഗിയുടെ വയറ്റിലേക്ക് വിഷം ഇട്ട് കൊടുക്കും. രോഗം മാറി എന്ന് തന്നെ വയ്ക്കുക. രോഗം മാറില്ല, അത് വേറെ കാര്യം. തൽക്കാലത്തേക്ക് ഒരു സൂചന, ലക്ഷണങ്ങളെല്ലാം മാറിക്കിട്ടലല്ലാതെ രോഗം അങ്ങനെ മാറാൻ പോകുന്നില്ല. കാരണം മാറാത്തിടത്തോളം കാര്യം എങ്ങനെയാണ് മാറുന്നത്? കാര്യം മാറണമെങ്കിൽ കാരണം മാറണം. കാരണം മാറാതെ കാരണം കൊണ്ടുണ്ടായ ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. അപ്പോൾ രോഗം ഇനി അഥവാ മാറിയെന്ന് തന്നെ വയ്ക്കുക. രോഗം മാറ്റാനുള്ള നടപടികൾ കൊണ്ട് രോഗകാരണം മാറുമോ? മാറില്ല. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ നല്ലൊരു പങ്കും, ചെറുപ്പക്കാർ മാത്രമല്ല അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ രാത്രി ഉറങ്ങണത് എത്ര മണിക്കാണ്? 1 മണി 2 മണിക്കൊക്കെയാണ് നല്ലൊരു ശതമാനം ആളുകളും. ഈ വൈകി ഉറങ്ങുന്നത് കൊണ്ട് ഇവർക്കെന്താ? ഇവരുടെ ശരീരത്തിന് എന്താ സംഭവിക്കുക? ആരോഗ്യത്തിന് എന്താ സംഭവിക്കുക? പുതിയ കോശങ്ങളുടെ ഉൽപാദനം കുറയുന്നുണ്ട്, മരണം കൂടുന്നുണ്ടോ? കോശങ്ങളുടെ ഡെത്ത് റേറ്റ് കൂടും. പിന്നെ രാവിലെ വൈകിയേ എഴുന്നേക്കാൻ പറ്റുള്ളൂ. എഴുന്നേറ്റാൽ തന്നെ കിടക്കയിൽ നിന്ന് എണീറ്റ് പോരാൻ ആ ഒരു ക്ഷീണം ഇങ്ങനെ തുടർന്ന് നിൽക്കും. കാണുന്നവർക്ക് തന്നെ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കാവുന്ന രീതിയിൽ നീരുവീഴ്ചയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും. ഇത് നിരന്തരമായി കഴിയുമ്പോൾ ശരീരമായിട്ട് ട്യൂണാകും. വേറെ നിവൃത്തിയില്ലല്ലോ. കഷ്ടകാലത്തിന് നിങ്ങളുടെ ഉള്ളിൽ കയറി പോയില്ലേ? വേറെ എന്ത് ചെയ്യാൻ പറ്റും? ശരീരത്തിന് ഓടിക്കളയാൻ പറ്റില്ല. നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. നിങ്ങളാണെങ്കിൽ വട്ടുപിടിച്ച ജീവിതമാണ് ജീവിക്കുന്നത്. സഹിക്കുക നിവൃത്തിയുള്ളൂ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഈ വൈകി ഉറങ്ങുന്നത് കൊണ്ടുള്ള പ്രധാന തകരാറ് റിപ്പയറിങ് നടത്താൻ സാധിക്കുകയല്ല. ഒരു കാറ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 10,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സർവീസിന് കൊടുക്കണം. 10,000 കിലോമീറ്ററിന് മതി. ചില കാറുകൾ 15,000 കിലോമീറ്ററിൽ സർവീസ് ചെയ്താൽ മതി. മറ്റെല്ലാ കാറുകളും 10,000-ൽ സർവീസ് ചെയ്തിരിക്കണം. ഈ സർവീസ് ചെയ്യാതെ വണ്ടി ഓടിച്ചാലോ? ഓടിക്കാം. ഓയിൽ മാറ്റിയിട്ടില്ല, അത് കറുത്ത് അവസാനം തേയ്മാനം കൂടി ഓയിലിൻ്റെ ധർമ്മം അവിടെ നിർവഹിക്കാൻ സാധിക്കുകയില്ല. ചില ഭാഗത്ത് റാറ്റ്ലിംഗ് സൗണ്ടൊക്കെ ഉണ്ട്. അതെല്ലാം കൂടി അടിച്ചടിച്ച് കൂടുതൽ കുഴപ്പം. അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളിലേക്ക് ആ വണ്ടി വരും. വീൽ അലൈൻമെൻറ്റ് ചെയ്യാതെ ഓടിച്ചു കഴിഞ്ഞാൽ അതൊരു 5,000 കിലോമീറ്ററിൽ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം. അത് ചെയ്യാതെ ഓടിച്ചാൽ ടയർ ഒരു ഭാഗം കൂടുതൽ തേയാൻ തുടങ്ങും. ആ ടയർ പെട്ടെന്ന് തന്നെ പോകും.
ഇങ്ങനെയുള്ള പല തകരാറുണ്ട്. ഒരു മനുഷ്യ കാറിന് എത്ര കിലോമീറ്ററിൽ സർവീസ് ചെയ്യണം? മോട്ടോർ കാറിന് 10,000 കിലോമീറ്ററിലാണ് സർവീസ് ചെയ്യേണ്ടത്. മനുഷ്യക്കാരനോ ഡെയിലി ഒരു 16 മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ 8 മണിക്കൂർ സർവീസ് ചെയ്യണം. അത് ചെയ്യാതിരുന്നാൽ 8 മണിക്കൂർ ചുരുക്കി 7 മണിക്കൂർ, 6 മണിക്കൂർ, 5 മണിക്കൂറൊക്കെ ആകുന്നതനുസരിച്ച് സർവീസിന് കൊടുത്ത കാറ് പെട്ടെന്ന് എടുത്തുകൊണ്ട് വരുന്ന പോലെ ഇരിക്കും. ആ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ രാത്രി 12 മണിക്ക് മുമ്പ് വൈറ്റൽ ഓർഗൻസിൻ്റെ റിപ്പയറിങ് ശല്യം നടത്തും. വയർ ആൻഡ് ടയർ വൈറ്റൽ ഓർഗൻസിൻ്റെ റിപ്പയറിങ് നടത്തും. ഒരു 2 മണിക്കൂറെങ്കിലും രാത്രി 12 മണിക്ക് മുമ്പ് കിട്ടിയാൽ മാത്രമേ വൈറ്റൽ ഓർഗൻസിൻ്റെ റിപ്പയറിങ് നടത്തിയിട്ട് നിങ്ങളെ നല്ല ആരോഗ്യത്തോടെ ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ തുടർച്ചയായി ഉറക്കം നിന്നുണ്ടാകുന്ന ശരീരത്തിൻ്റെ ദുരവസ്ഥയ്ക്ക് പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉഷാറ് കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇൻസുലിൻ കുറഞ്ഞു, അല്ലെങ്കിൽ ഇൻസുലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു, ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോൾ അതിനെ നിങ്ങൾ അതേ തുടർന്നുണ്ടാകുന്ന പ്രയാസം എന്താണ്? ഷുഗർ കൂടുക എന്നുള്ളതാണ്. അത് പ്രമേഹം എന്ന് പറഞ്ഞൊരു രോഗമാണെന്ന് പേരിട്ട് അതിന് മരുന്ന് കഴിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ നേരെ ചൊവ്വേ കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു, നീണ്ട ഉറക്കം മതിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു തലവേദന വന്നാൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്താ? ഉറക്കമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലെ രോഗമാറ്റത്തെ സഹായിക്കുന്ന നടപടി. ശരിയായ മരുന്ന് നീണ്ട ഉറക്കമാണ്. നീണ്ട ഉറക്കം. ഇവിടെ നിങ്ങളെ ഞങ്ങൾ ചികിത്സിച്ചങ്ങ് വിടുകയല്ല, മേലിൽ രോഗം വരാതെ ജീവിക്കാൻ പഠിപ്പിക്കുക ചെയ്യുന്നത്. 2 ആഴ്ച നിങ്ങളിവിടെ തങ്ങുമ്പോൾ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞങ്ങൾ പഠിപ്പിച്ചു തരാൻ തയ്യാറാണ്.